എല്ലാവർക്കും പുതിയൊരു സൺഡേയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ മാസമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അതേ എത്തിയിട്ടുണ്ട്. നമുക്കിറങ്ങിയാലോ. അപ്പോൾ ഏതൊട്ടം മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ കൂടെ. ഹായ് പഞ്ഞു, ഇത് ഹായ് പഞ്ഞു. ഹായ്. അയ്യോ പുസ്തകങ്ങൾ എടുക്കാൻ അതെ. അവിടെ പിള്ളേരെല്ലാവരും കാറ്റിസത്തിന് പോയിരിക്കുകയാണ്. അവിടെ കുട്ടികളെല്ലാവരും കാറ്റിസത്തിന് പോയിരിക്കുകയാണ്. അപ്പോൾ അവർക്കുള്ള പുസ്തകങ്ങൾ വാങ്ങിക്കുക. എല്ലാവർക്കും ഒന്നുമില്ല കേട്ടോ, കുറച്ച് പേർക്ക് മാത്രമല്ല. കുറച്ച് പേർക്ക് കഴിഞ്ഞ വർഷത്തെ പുസ്തകങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാം പുതിയത് മേടിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയൊക്കെ പുസ്തകങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത് വരിക എന്നുള്ളതുണ്ട്. അതിൻ്റെ കൂടെ തീരെ പറ്റാത്തവർക്ക് മാത്രം. അതുപോലെ ചില പുസ്തകങ്ങൾ ഇപ്പോൾ നമ്മുടെ ഇതിൽ ബൈബിൾ പഠന സഹായം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് മേടിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇത്തരം പുസ്തകങ്ങൾ കുറച്ചൊക്കെ മേടിച്ചിട്ട് നമ്മൾ വന്നിരിക്കുക കേട്ടോ. പള്ളിയിൽ നിന്ന് വന്ന് ഇനി അടുത്തത് നമ്മൾ കുട്ടികൾക്ക് രാവിലെ ഭക്ഷണമൊക്കെ കൊടുത്ത് വിട്ടു. ഇനി ഞങ്ങൾ 3 പേരും ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷമാണ് അവർക്ക് രാവിലെ 7:50 അവിടെ കാറ്റിസം തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ 7:30 കുർബാനയും തുടങ്ങുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുർബാന കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ കാലത്ത് തൊട്ടുള്ള ഈ സൺഡേ പ്രോഗ്രാമുകളിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളെയും ക്ഷണിക്കുകയാണ്. അപ്പോൾ ബിഗ് ഫാമിലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതപ്പോ ഹലോ, കടക്കണ്ടേ? പാപ്പു തിന്നണ്ടേ? ഇതു തോരക്ക് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഒരു സ്ഥലത്തേക്ക് പോകണ്ടേ? കാറിൽ പോകണ്ടേ? എവിടേക്ക് പോകണ്ടേ? വേറെ സ്ഥലത്തേക്ക് പോനാ? എങ്ങോട്ടാ പോകണ്ടേ? നമുക്ക് എവിടേക്ക് പോകണ്ടേ? പോണാ? കാറിൽ പോണ? ഊഞ്ഞാലാടാൻ പോണാ? ഇന്ന് ഊഞ്ഞാലാടാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കാം നമുക്ക്. ഓക്കെ, വേറൊരു സ്ഥലത്തേക്ക് അമ്മ കൊണ്ടുപോവാം. പോണ്ടേ? അപ്പോൾ വാതിൽ തുറക്ക് വേഗം. കിടക്ക്. ആദ്യം തന്നെ കുറച്ച് തുണികൾ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതും മെഷീനിലിട്ടതിന് ശേഷം ഭക്ഷണം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഫസ്റ്റ് തന്നെ മെഷീനിൽ തുണിയിടുകയാണ് ചെയ്തത്. ആ നേരം കൊണ്ട് നമ്മുടെ ഏതുട്ടം വന്നിട്ട് ചേച്ചിമാർ കുറേ പേപ്പേഴ്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവരൊരു പർപ്പസിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. പക്ഷെ അവൻ വന്ന് അതൊക്കെ അങ്ങ് പരത്തി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തിരിച്ച് അവനെ കൊണ്ട് തന്നെ എടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തുണിയിടലെല്ലാം കഴിഞ്ഞ് നമ്മൾ താഴെ വന്ന് നേരെ കിച്ചണിലോട്ടാണ്. വിശക്കുന്നുണ്ടായിരുന്നു അത്യാവശ്യം നന്നായിട്ട്. അപ്പോൾ രാവിലെ കുട്ടികൾ പോകുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുത്ത ചപ്പാത്തിയൊക്കെ മൂടി വെച്ച് പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് കൊടുത്തു വിട്ട് ബാലൻസ് ചുട്ടതും അതുപോലെ തന്നെ ബാക്കി ചൂടാനുള്ളതൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ സ്ഥിരമായിട്ട് ആൻറ്റീസിൻ്റെ ചപ്പാത്തിയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ തൃശ്ശൂരൊക്കെ അത്യാവശ്യം അവൈലബിൾ ആയിട്ടുള്ളതാണ് ആൻറ്റീസിൻ്റെ ചപ്പാത്തി. എനിക്ക് ബാക്കിയുള്ള വാങ്ങുന്ന ചപ്പാത്തികളെക്കാളും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ആൻറ്റീസിൻ്റെ ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മൾ പരത്തി രാവിലെ തന്നെ ചെയ്യലെന്നെ കൊണ്ട് എൻ്റെ ഷോൾഡർ കുറച്ച് പണി കിട്ടിയിട്ടുള്ളതായതുകൊണ്ട് അതെന്നെ കൊണ്ട് നടക്കാത്തതുകൊണ്ട് അത് ഞാൻ ചെയ്യാറില്ല. അപ്പോൾ റെഡിമെയ്ഡ് ചപ്പാത്തി വാങ്ങി ചുടാറ് മതി. ഒപ്പം തന്നെ മയോണൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടിയിട്ടാണ് കുട്ടികൾ റോൾ ചെയ്ത് കൊടുത്തു വിടുകയാണ് ചെയ്തത് അവർക്ക്. അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ജനലുകൾ രണ്ടും തുറന്നിടുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ നിന്ന് നല്ലൊരു പച്ചപ്പും അതുപോലെ തന്നെ നല്ലൊരു വ്യൂ ഒക്കെ കിട്ടാറുണ്ട്. നമ്മുടെ ഈ മതിലിൻ്റെ തൊട്ട് പുറകിലൊരു പറമ്പുണ്ട്, അതിൻ്റെ പുറകിൽ വരുന്നത് പാടാണ് കേട്ടോ. അപ്പോൾ ചില നേരത്ത് കോട പോലെയും മഞ്ഞും ഒക്കെ ആയിട്ട് നമുക്കിങ്ങനെ നല്ലൊരു വ്യൂ കിട്ടുന്ന സ്ഥലമാണ്. മാത്രമല്ല നമ്മുടെ തൊട്ടപ്പുറത്തുള്ള പ്രസന്നേച്ചിയുടെ വീടാണ് അത്. ഇപ്പോൾ പ്രസന്നേച്ചിയുടെ അടുത്ത് ഞങ്ങൾ ജനലിൽ കൂടെയുള്ള വർത്താനം കാര്യങ്ങളൊക്കെ നടക്കുന്നത് ആ വഴിക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ അതിൻ്റെ കൂടെ അപ്പടെ നിന്ന് ചീത്ത കേട്ടിട്ട് ഏതുട്ടനെ ഇറങ്ങി വരുന്നുണ്ട്. അവൻ അവിടെ എന്തോ കുറുമ്പ് കാണിച്ചു. ഞാൻ ഇറങ്ങി പോകുന്നുണ്ടെങ്കിലും കൂടി തുണി ഇടുന്നതിൻ്റെ അവിടെ മനേട്ടൻ കുറച്ച് തുണികളൊക്കെ വിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അപ്പ ചീത്ത പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അതെടുത്തതിന് ചീത്ത പറഞ്ഞാ? എന്ത് കുറുമ്പ കാണിച്ച്? ചപ്പാത്തി ചുടുന്നു, ഇനി ചുട്ടിട്ട് വേണം കഴിക്കണമെങ്കിൽ. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് വേണം കുട്ടികൾക്ക് ആക്റ്റീവ്സ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് തിരിച്ചെത്തണം. അവരുടെ അടുത്ത് അവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം നമ്മുടെ ഇതപ്പം കിടന്നിട്ട് ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒന്നും പറയാൻ സമ്മതിക്കാണ്ട്. അപ്പനൊക്കെ ഭയങ്കര കാര്യമായിട്ട് അടുത്ത് പണി ചെയ്യാനായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ചപ്പാത്തി ചുട്ട് കഴിച്ച് ചോറും കറിയും ഉച്ചക്കലേക്കുള്ളത് ഉണ്ടാക്കി വെച്ചിട്ട് വേണം 10:45 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തിരൂരെത്താൻ. അപ്പോൾ അത് എന്തിനാ പറയുന്നത് വഴിയെ പറയാം കേട്ടോ. എങ്ങനെയുണ്ട് ശുപ്ര? ഇഷ്ടമായോ കുട്ടിക്ക്? ഇഷ്ടമായാ? ഓക്കെ, കഴിച്ചോട്ടോ.
അതിൻ്റെ ഇടയിൽ അവന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് എനിക്കത് തരണം. അപ്പോൾ അതിന് അമ്മ ഇരിക്കി എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഹൈറ്റിൻ്റെ ലെവലിലേക്ക് നമ്മളങ്ങ് ഇരുത്തിയിരിക്കുക കേട്ടോ. എന്നിട്ട് അവൻ എനിക്ക് തന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നിട്ട് അവൻ എൻ്റെ അടുത്ത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനത് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവന് മാക്സിമം മോട്ടിവേഷൻസ് കൊടുക്കുക. നമ്മൾ കുട്ടികൾ അങ്ങനെ തരാൻ നിൽക്കുന്ന നേരത്ത് ഒരിക്കലും അത് വേണ്ട മോൻ കഴിച്ചോ അങ്ങനെ ഞാൻ പറയാറില്ല. പരമാവധി അവർ തരുമ്പോൾ അത് മേടിക്കാറുണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളൊരു മനോഭാവം അവരുടെ വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മെല്ലെ ചോറ് വയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇങ്ങനെ കാണുന്നതെന്ന്, അരിയും അതിൻ്റെ കൂടെ ചോറുമായിട്ട്. അപ്പോൾ തലേ ദിവസത്തെ കുറച്ച് ചോറ് ബാലൻസ് ഉണ്ടായിരുന്നു. അത് നമുക്ക് പ്രത്യേകം തിളപ്പിച്ചിട്ടുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചില നേരത്തെ ഇങ്ങനത്തെ പറ്റിക്കൽസൊക്കെ നടത്താറുണ്ട്. അപ്പോൾ ആ കുറച്ചുള്ള ചോറും അതിൻ്റെ കൂടെ തന്നെ പുതിയതായിട്ട് എടുക്കുന്ന അരിയും കൂടിയിട്ട് എടുത്തിട്ട് കഴുകിയിട്ട് നമ്മൾ വേവിക്കാൻ വയ്ക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസത്തെ ചോറ് അതിൻ്റെ ഒരു ഫ്രഷ്നെസ് പോവില്ല, ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും, ഓവറായിട്ട് വേവോ ആവില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഞാനത് മിക്സ് ചെയ്തിട്ട് ചെയ്യുക. കഴുകി വെച്ച അരി നമുക്ക് തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ചോറ് വയ്ക്കും. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും. എന്നാലും ഞാനിത് ചെയ്തു എന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രം കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ബീഫ് മണം അല്ലെങ്കിൽ ഒരു ചിക്കൻ്റെ ഒക്കെ ഒരു മണം, നോൺ വെജിൻ്റെ ഒരു സ്മെല്ലില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് കാലത്ത് പള്ളിയിൽ നിന്നൊക്കെ വരുന്ന നേരത്ത് എല്ലാ വീടുകളിൽ നിന്ന് സ്മെല്ലടിച്ച് വരുമ്പോഴേ നമ്മുടെ കുട്ടികൾക്ക് അരിസം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ആദ്യം ചോദിക്കും അമ്മ ഇന്ന് എന്താ കറിയും ചോദിച്ചിട്ടാവും വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്കിഷ്ടമാണ്. നമുക്ക് നോൺ വെജ് കൂട്ടിയിട്ട് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഡേസ് നോൺ വെജില്ലെങ്കിൽ ഒരു സുഖമില്ലാത്ത അവസ്ഥയാണ്. നുറുക്കി എടുത്തിട്ട് വേണം ഇനി വെച്ചിട്ട് വേണം പോണെങ്കിൽ. അപ്പോൾ ഇത് നുറുക്കായിരുന്നു ഇത്രയും നേരം. ഇനി നമ്മൾ ഇന്നലെ ഇപ്പം മാർക്കറ്റിൽ പോയിട്ട് മേടിച്ച നല്ല അടിപൊളി കായ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, ആ കായും ബീഫും കൂടി ഇട്ടിട്ടാണ് ഇന്ന് നമ്മൾ കറി വെക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫ് തന്നെ വെച്ച് കഴിഞ്ഞാൽ മുതലാവത്തില്ല. എല്ലാവർക്കും എത്തണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കുറേ എക്സ്ട്രാ സംഭവങ്ങളൊക്കെ ചേർത്താൽ മാത്രമേ ഇവിടെ എത്തത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു നേരത്തേക്കൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വയ്ക്കും, അടുത്ത കുറച്ച് മീൻസ് ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കാനായിട്ടെന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് കായ നോക്കണം. അപ്പോഴത്തേക്ക് ഞാൻ ഈ ഇറച്ചീനെ പെട്ടെന്ന് ഇങ്ങനെ ബ്ലഡൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും വിനാഗിരി വെച്ചിട്ട് വെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്തിട്ട്, അപ്പോൾ അതിനെ കൊണ്ട് നമുക്ക് കായ നുറുക്കിയെടുക്കാം കേട്ടോ. ഇല്ല മിഠായി തരില്ല. പാതിരടക്കി ഫ്രിഡ്ജ് അടക്കി. മിഠായി ഇല്ല ഫ്രിഡ്ജ് ഫ്രിഡ്ജ് അടച്ചോ. അടക്കടാ, ഫ്രിഡ്ജ് അടക്കടാ. കിടക്ക് കടക്ക്. മിഠായി തരണമെങ്കിൽ ആദ്യം പുറത്ത് കിടക്ക്. മിഠായി തരണമെങ്കിൽ പുറത്ത് കിടക്ക്. മിഠായി നമ്മൾ ഇറച്ചി കഴുകി വാര വെച്ചതിന് ശേഷം ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളകും കുറച്ച് വേപ്പിൻ്റെ ഇലയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടിയിട്ട് ചേർത്ത് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തേക്കാം. അല്പം വെള്ളം കൂടി ഒഴിക്കും. അല്പമല്ല, കുറച്ചധികം വെള്ളം ഒഴിക്കും. ഒരു 3/4 ഗ്ലാസ് ഇങ്ങനെ വെള്ളം ഒഴിക്കും. കാരണം നമ്മൾ ചാറ് കുറച്ച് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കായ ഇട്ടിട്ട് വെക്കാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കായ ആക്കി വെച്ചിട്ടുണ്ട്, നമ്മൾ നുറുക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട്. സാധാരണഗതിയിൽ നമ്മൾ ബീഫും കായും കൂടിയിട്ട് ആദ്യം ബീഫ് വേവിക്കും, അതിന് ശേഷം ബീഫ് ഒരു വിധം വേവാകുമ്പോൾ കായിട്ടിട്ട് വേവിക്കാൻ പറ്റും. പക്ഷേ ഇന്ന് നമുക്ക് സമയം കുറവായതുകൊണ്ട് നമ്മൾ 2 സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ട്. ബീഫ് തന്നെ ഒരു കുക്കറിൽ വെച്ചു, കായ തന്നെ വേറൊരു കുക്കറിലും വെച്ച് വേവിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ചോറ് നമ്മൾ നേരത്തെ വെച്ച ചോറ് ഓൾറെഡി ആയിട്ടുണ്ടായിരുന്നു, അത് വാർത്ത് വെച്ചു. അപ്പോഴത്തേക്കും പോകേണ്ട സമയമായി. അപ്പോൾ ഞാൻ വെന്തേനെ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇറങ്ങുക ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുട്ടികൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. കാറ്റീസം കഴിഞ്ഞിട്ട് അവരോട് തിരൂര് തന്നെ നിൽക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ കാറ്റീസം കഴിഞ്ഞ് കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്ര ലേറ്റ് ആയിട്ടില്ല, ഞാൻ പെട്ടെന്ന് ലേറ്റ് ആയിട്ടുണ്ടാവും എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏതുട്ടം മാത്രം ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ബാക്കി എല്ലാവരും അങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുട്ടികളോട് നിൽക്കാൻ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുമ്പോഴത്തേക്ക് അവരെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. 3 പേര്, ചെറിയൊരു 3 പേര് അവിടെ നിൽക്കുന്നുണ്ട്. മൂത്താൾ മാത്രം കാണാനില്ല. അപ്പോൾ അവർ അപ്പുറത്തേക്ക് നോക്കി നിൽക്കണമെങ്കിൽ എന്ത് സംഭവം ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ചേട്ടൻ നിങ്ങൾ വരാൻ ലേറ്റായി, ഇപ്പോൾ ഫോൺ ചെയ്യാൻ പോയിരിക്കണം, അവൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണത്, സച്ചിൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണിത്. അപ്പോൾ അവിടേക്ക് പോയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുന്ന സമയത്തൊന്നും നമ്മൾ ഇവരുടെ മുടിവെട്ടലും കാര്യങ്ങളൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല നമുക്ക് നാളൊരു ഫംഗ്ഷനുണ്ട്, ഇന്ന് വൈകുന്നേരം, അതുപോലെ തന്നെ നാളേക്ക് ആയിട്ടൊരു കല്യാണ ഫംഗ്ഷനുണ്ട്. അപ്പോൾ അതൊക്കെ കാരണത്താൽ ഇവരുടെ എല്ലാവരുടെയും മുടി വെട്ടിച്ചെടുക്കണം. അപ്പോൾ ഒരു മുടിവെട്ട് കല്യാണം നടത്താനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സ്റ്റൈൽ ആൻഡ് സ്മൈൽ എന്ന് പറഞ്ഞിട്ടുള്ള സലൂണാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും കുട്ടികളുടെയും ഒക്കെ വെട്ടുന്ന സ്ഥലമാണ്. ഞങ്ങൾ കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ ഇവിടെ തന്നെയാണ് മുടി വെട്ടാറുള്ളത്. അപ്പോൾ നേരത്തെ എല്ലാവരെയും കൊണ്ടുവന്നിരിക്കുന്നത്, മനേട്ടനൊഴികെ ബാക്കി എല്ലാവരുടെയും മനേട്ടൻ്റെതായ സ്ഥിര സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ആണ് വെട്ടുന്നത്. അപ്പോൾ നമ്മൾ
വിളിച്ച് പറഞ്ഞ് ഓൾറെഡി അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് എൻ്റെ ബ്രദറിൻ്റെ ഒരു കൊളീഗാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളെ നമുക്ക് പരിചയമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഇന്നലെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ വരുന്ന നേരത്തെ വിളിച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി സീറ്റിലിരിക്കുന്നവർക്ക് വരുന്നവർക്ക് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ഏതിട്ട് മാക്സിമം അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ വിക്രിയകളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ ആയിട്ട് 3 സീറ്ററാണ് അവിടെ ഉള്ളത്. 3 പേരാണ് കട്ട് ചെയ്യാനായിട്ടുള്ളത്. അത്ര വലിയ ഹെയർ സ്റ്റൈൽ സ്ഥലമൊന്നുമല്ല, പക്ഷേ എന്നിരുന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നല്ല സർവീസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഇടയിൽ മിന്നുട്ടി കാരിസം ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് ലേറ്റായി എന്ന് പറഞ്ഞിട്ട് കാണാണ്ടായി. അപ്പോൾ അതിൻ്റെ പരിഭവം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചിന്നുമോള്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഏതപ്പനെ കയറ്റിയിരുത്തിയിട്ടുണ്ട്. അവനാണ് ഇതിൻ്റെ മെയിൻ ശരിക്ക് അംബാസിഡർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ പള്ളി കഴിഞ്ഞിട്ട് ഈ ഷോപ്പിൻ്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ അവൻ തുടങ്ങും അമ്മ മുടിവെട്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവനെ നീട്ടി ഇന്ന് വരെ എത്തിച്ചു. അപ്പോൾ ഒരു ചെയറിൽ ഏതും ഒരു സൈഡിൽ അക്കുവിനെ ഇരുത്തി, ഇടയിൽ വേറെ ആളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഏതുവിനെ മനേട്ടം പിടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വീഡിയോ എടുക്കണ കാരണം മനേട്ടം പിടിച്ചതേ അവൻ ചുള്ളനായിട്ട് മുടിവെട്ടൊക്കെ കഴിഞ്ഞ് എങ്ങനെയുണ്ട്, ഏതിട്ട് സൂപ്പറായിട്ടില്ലേ, അവന് നേരത്തെ കണ്ടിരുന്ന സ്റ്റൈലും ഇപ്പോഴത്തെ അവൻ്റെ സ്റ്റൈലും എങ്ങനെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഏതിട്ടിൻ്റെ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ പറയണേ. അപ്പോൾ അങ്ങനെ അവൻ്റെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അക്കുവിൻ്റെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അവൻ ഇറങ്ങിയപ്പോൾ മിനിമോളെ കയറ്റിയിരുത്തിയിട്ട്. അപ്പോൾ മിനിമോളുടെയും ഒന്ന് ഷേപ്പിംഗ് ആണ്, അത്യാവശ്യം നന്നായിട്ട് വളർന്നിട്ടുണ്ട്, ഷേപ്പിംഗ് ആണ്. ചിന്നുവിൻ്റെ പക്ഷേ അധികം നമ്മൾ വെട്ടുന്നില്ല കേട്ടോ. കാരണം അവൾക്ക് മുടി വളർത്തണം എന്നും പറഞ്ഞിട്ട് അവളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ നമ്മുടെ നെയ്ബറുള്ള കുട്ടിക്കൊക്കെ മുടിയായി, എനിക്ക് മാത്രമില്ല എന്നുള്ളതിൻ്റെ എപ്പോഴും പരിഭവം അവൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ മുടി അധികം നമ്മൾ ചെറുതാക്കണില്ല. മിന്നുവിൻ്റെയൊക്കെ അത്യാവശ്യം ചെറുതാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവരെ മാറി ഇരുത്തി. അതൊക്കെയാണ് ഉച്ചവരയ്ക്കുള്ള നമ്മുടെ പരിപാടികൾ. പക്ഷെ നമ്മുടെ ഓൾറെഡി ഈ സ്ഥലം എന്ന് പറയുന്നത് തിരൂർ പള്ളിയുടെ അടുത്ത് തന്നെയാണ് വരുന്നത്. കനറ ബാങ്കിൻ്റെ ഓപ്പോസിറ്റിലായിട്ടുള്ള സ്ഥലമാണ്. പലർക്കും അറിയുന്നവരായിരിക്കും, അറിയാത്തവരുടെ റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ. നമുക്ക് വണ്ടി നിർത്തി പാർക്ക് ചെയ്ത് പോയിട്ട് മുടി വെട്ടിയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. മാത്രമല്ല അവിടെ ചെന്ന നേരം കൊണ്ട് ചെയ്തിട്ടാണ് അവിടെ ഓൾറെഡി മുടി വെട്ടാൻ വന്ന 2 കുട്ടികളുണ്ടായിരുന്നു. അവരെ സെറ്റാക്കി അവരുമായിട്ട് കമ്പനി ആയിട്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് സീറ്റിംഗ് ഒന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ മേലെ കയറി ഇരുന്നിട്ടാണ് പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇവൻ്റെ സ്ഥിരം പരിപാടികൾ. സീറ്റിങ്ങിൽ, അതായത് സെറ്റിയിലാണെങ്കിലും ബെഡിലാണെങ്കിലൊക്കെ ഈ ഒരു ചാട്ടം എന്ന് പറയുന്നവൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അവനെ ഇനി അധികം നേരം അവിടെ നിർത്തുന്നത് ശരിയല്ല എന്ന് ആയതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു അവനെ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞിട്ട് മനേൻ്റെ കൂടെ അവനെ കൊടുത്തിട്ട് അവനെയും അക്കുവിനെയും ഫസ്റ്റ് കഴിഞ്ഞ 2 പേരെയും, പിന്നെ നമ്മൾ ബൈക്കിലല്ലേ വന്നത്, അപ്പോൾ എല്ലാവരും കൂടിയിട്ട് കൊണ്ടുപോകാൻ എളുപ്പമല്ല. അപ്പോൾ അവരെ 2 പേരെയും ആദ്യം പറഞ്ഞു വിട്ടു. പിന്നെ ഇപ്പോൾ മിന്നുവിൻ്റെയും ഓൾറെഡി സച്ചുവിൻ്റെയും മുടി വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ചിന്നുവിനെ, അവളുടെ ഹെയർ സ്റ്റൈൽ കുറച്ച് വ്യത്യാസമുണ്ട്, സാധാരണതല്ല. അവളുടെ ഡയാനക്കട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. ഇപ്പോൾ വലുതായി, ഇപ്പോൾ അതൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഞാനത് ഇങ്ങനെ ഈ ചേട്ടനെ കൊണ്ടാണ് സ്ഥിരം ചെയ്യിപ്പിക്കാറ് കേട്ടോ. എൻ്റെയും അതുപോലെ തന്നെ ചിന്നുവിൻ്റെയും മുടി സ്ഥിരമായിട്ട് ഈ ചേട്ടനാണ് ചെയ്തു തരാറ്. ബാക്കി എല്ലാവരുടെയും മറ്റുള്ളവരുടെ അടുത്ത് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പരിചയമുള്ളത് കൊണ്ടും നമുക്ക് ഓണർ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറയുമ്പോൾ എൻ്റെ മുടിക്കും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് സാധാരണ വെട്ടാൻ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് നോക്കി കണ്ടൊക്കെ ചെയ്ത് പെരുമാറിയില്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം കാണിക്കുമെന്നുള്ളത് കൊണ്ട് ആ ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കാറ്. സച്ചു ഇവിടെ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സച്ചുവിൻ്റെ ഫ്രണ്ട് അവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവനും ഇവ മുടി വെട്ടാൻ വന്നപ്പോൾ അപ്പോൾ അവനും ഒരു താല്പര്യം, അപ്പോൾ അവനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ മുടി വെട്ടാൻ കയറിയിട്ടാണ്. അപ്പോൾ ഈ ചേട്ടൻ തന്നെയാണ് എൻ്റെയും വെട്ടിയിരുന്നത്. ഇവർ മലയാളീസ് അല്ല കേട്ടോ. അപ്പോൾ ഇവരുടെ അടുത്ത് അങ്ങോട്ടുള്ള സംസാരം ഞാൻ വളരെ കുറവാണ്. കാരണം എൻ്റെ ഭാഷ എനിക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ അവരുടെ ഭാഷ അങ്ങനെയല്ല, അവരുടെ ഭാഷ എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ ഭാഷ അവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് ആദ്യം ഞാനും ആ ചേട്ടനൊക്കെ തമ്മിലൊരു സെറ്റപ്പാക്കി വെച്ചതിന് ശേഷമാണ് മുടി വെട്ടാനിരിക്കലും. പിന്നെ ഇപ്പോൾ ആൾക്ക് 2-3 പ്രാവശ്യം ചെയ്ത് എൻ്റെ മുടിയുടെ ഒരു സ്റ്റൈല് അവർക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ആൾ അത് ചെയ്തു തരാറുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം നല്ല വൃത്തിക്ക് ചെയ്തു തരാറുണ്ട്. അപ്പോൾ അങ്ങനെ മുടിവെട്ട് കല്യാണങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ പുറത്തിറങ്ങാൻ നിൽക്കുമ്പോൾ ചിന്നുവിനും മിന്നുവിനും പോരണ്ട, അവർക്ക് അവിടെ നിന്ന് കളിക്കണം. വീണ്ടും വേറെ ഫ്രണ്ട്സിനെ കിട്ടി, അവരും അവിടെ സെറ്റായി. അപ്പോൾ വീട്ടിൽ പോയിട്ട് കളിച്ചാൽ പറ്റില്ല, അവർക്ക് അവിടെ നിന്ന് തന്നെ കളിക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം നിൽക്കാം. ഞാൻ പിന്നെ പോയിട്ട് തിരക്കുണ്ട്. ഇനി നമ്മൾ പോരുമ്പോൾ നമ്മുടെ ബീഫ് പകുതി വേവിച്ച് വെച്ചിട്ടാണ് പോന്നിട്ടുള്ളൂ. ഇനി ചെന്നിട്ട് അത് കാച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഏകദേശം ഒരു 12-12:45 ഇവിടുന്ന് മുടിവെട്ട് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഇനി ഇവിടുന്ന് നേരെ ചെല്ലുമ്പോഴത്തേക്കും ഇവിടെ ഇരുന്നിട്ട് ഇവർ പറയും കളിക്കണം എന്നൊക്കെ പറയും. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ചോദിക്കും ഭക്ഷണം തായോ എന്ന് പറയും. പക്ഷേ അതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം വിട്ടുപോയത്, അപ്പം സച്ചിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊന്നും എനിക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞിട്ടാണ് വീട് എത്തിയിട്ട് നമ്മൾ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് ബീഫ് വെന്ത് സെറ്റായിട്ട് ഇട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് മിക്സ് ചെയ്യാന്നുള്ളതാണ് അടുത്ത പരിപാടി. കായും വെന്തിട്ടുണ്ട്. അതായത് ഒരുപാട് കുഴയുന്ന രീതിയിലല്ലാത്ത രീതിയിൽ തന്നെ കായും വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ ഓൾറെഡി നമ്മൾ ലേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബീഫും കായൊക്കെ വെക്കുമ്പോഴേ നമുക്ക് ഉരുളിയിലൊക്കെ വെച്ചിട്ട് വേണം എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ അത് സാധാരണഗതിയിൽ വിറകടുപ്പിലൊക്കെ വെക്കുക എന്നുള്ളതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ടുള്ളത്.
ആയിട്ടുള്ള കാര്യം. പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിൽ വിറകടുപ്പില്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ തട്ടുകടകളിലും ഹോട്ടലിലൊക്കെ കാണുന്ന നമ്മൾ സ്റ്റാൻഡായിട്ടുള്ള വലിയ ബർണറുള്ള ഒരു സ്റ്റൗവിൽ അത് ഞാൻ കുറേ കാലങ്ങളായിട്ട് വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇഞ്ചി ചതച്ചിട്ടും അതോടൊപ്പം തന്നെ സബോള, പച്ചമുളക്, വേപ്പിൻ്റെ ഇതെല്ലാം ഇട്ടിട്ട് നന്നായി വഴറ്റുകൊണ്ടിരിക്കണം. ഈ ബർണർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീ കൂടുകയും ചെയ്യും. പെട്ടെന്ന് നമ്മൾ കുറച്ചിക്കുമ്പോൾ പെട്ടെന്ന് കടിഞ്ഞ് അപ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ 2 ടീസ്പൂണും മല്ലിപ്പൊടി ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് പിന്നെ നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ബീഫ് നമുക്ക് റെഡിഷ് കളർ കിട്ടണം. അപ്പോൾ ഒരുപാട് മഞ്ഞ കളറിലേക്ക് പോകണ്ടാത്തതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇട്ടിരിക്കുന്നത്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഞാൻ സ്ഥിരം ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കളർ ഉണ്ടായിരിക്കും, എരിവ് കുറവായിരിക്കും. തൽക്കാലത്തെ എരിവിന് മാത്രമായിട്ട് നമ്മൾ അന്ന് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് ഉണ്ടമുളക്, അപ്പോൾ ആ ഉണ്ടമുളക് ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് സെറ്റായി വരുമ്പോഴേക്കും ഞാൻ കായ ഇട്ടിരിക്കുന്നത്. കാരണം ഓവർ വേവ് ആയിട്ടുള്ള കായാണെങ്കിൽ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. എൻ്റെ ഇപ്പോൾ കായ ഞാൻ ഓവർ വേവ് ആക്കിയിട്ടില്ല, കറക്റ്റ് പാകത്തിനുള്ള വേവിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കായിട്ട് നന്നായി ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് വന്നതിന് ശേഷം അതിലേക്ക് കായയിലേക്ക് ആ മുളകും എല്ലാ കാര്യങ്ങളും മസാല ഐറ്റംസൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് ബീഫ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ആ ബീഫ് ഇടുന്നതിനൊക്കെ മുമ്പ് തന്നെ ഞാൻ അതിൻ്റെ ഉപ്പൊന്ന് നോക്കിയായിരുന്നു. അപ്പോൾ കായയിൽ ഇത്തിരി ഉപ്പ് കുറവായിട്ട് തോന്നി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ബീഫ് ഇട്ടു. അപ്പോൾ ഞാൻ ആദ്യമേ ബീഫിൻ്റെയും കായുടെയൊക്കെ ഉപ്പ് നോക്കിയപ്പോൾ അതിലൊക്കെ ഇത്തിരീശ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുമ്പോൾ അതോടുകൂടി ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇപ്പം ഞാൻ ഉപ്പിട്ട് കൊടുത്തത്. ഇനി ബീഫും കായും കൂടി അടിപൊളിയായിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ചാറ് കുറച്ച് വേണമല്ലോ. ഉള്ളിയിൽ വെക്കുമ്പോഴത്തേൻ്റെ ഒരു പ്രത്യേകതയാണ് പെട്ടെന്ന് അതിൻ്റെ വെള്ളം വറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി അതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് നേരം കൂടി ഒന്ന് തിളച്ച് സെറ്റാവാൻ വെക്കണം. നമ്മളിങ്ങനെ ഒഴിച്ച് അപ്പം തന്നെ ഓഫ് ചെയ്ത് വെക്കരുത്. ഞാൻ നമ്മുടെ കൂർക്കുപ്പേരിയിലും കടച്ചക്കുപ്പേരിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ കാണാത്തവരൊക്കെ പോയി കാണണം. നമ്മളെപ്പോഴും കൂട്ടാൻ കാച്ചി കഴിഞ്ഞാൽ അപ്പം തന്നെ ഓഫ് ചെയ്ത് വെക്കരുത്. കുറച്ച് നേരം ഒന്ന് സെറ്റ് ആവാനായിട്ടുള്ള സമയം കൊടുക്കണം കേട്ടോ. ഒന്ന് ഇടയ്ക്ക് ഒന്ന് അടി പിടിക്കാതെ ഇളക്കി വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്തു. ഒപ്പം തന്നെ നമുക്ക് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ബീഫിലേക്ക് കുരുമുളക് പൊടിയും മസാലപ്പൊടിയും ഇതൊക്കെ ചേർക്കുമ്പോഴാണ് അതിൻ്റെ തനത് ടേസ്റ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ലാസ്റ്റ് നിമിഷം നമ്മൾ മല്ലിയിലയും ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ഉരുളിയിൽ നിന്ന് കറികളൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ ആ ഉരുളിയുടെ അടിഭാഗത്ത് കുറച്ച് ചോറ് ഇട്ടിട്ട് പുരട്ടി ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സൺഡേ ദിവസം ഉച്ച വരയ്ക്കുള്ള ഭക്ഷണം വരയ്ക്കുള്ള സമയം ചിലവായത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇനിയും ലെങ്ത്തായി പോകാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ നിർത്തണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.